നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് കൂട്ടർ വാദിക്കുന്നു. പക്ഷേ നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം മതം അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ബഹുമാനപ്പെട്ടവരുടെ ബാപ്പ വസിയ്യത്ത് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ വസിയ്യത്തിൽ പെട്ടതായിരുന്നു, മോനെ എനിക്ക് കുറെ കടങ്ങളുണ്ട്, ആ കടങ്ങളൊക്കെ നീ വീട്ടണം എന്നതൊരു വസിയ്യത്തായിരുന്നു. എനിക്ക് പെൺമക്കളുണ്ട്, ആ പെൺമക്കളെ നീ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പറഞ്ഞതും വസിയ്യത്തായിരുന്നു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതാ കടം വീട്ടാൻ സ്വത്ത് മതിയാകൂല. ഈത്തപ്പനയുടെ മേലെയുള്ള ഈത്തപ്പഴം ഏകദേശം മതിച്ചു നോക്കുമ്പോൾ അത് പറിച്ചാൽ കടം വീട്ടാൻ തികയൂല. അവരോട് പറഞ്ഞു നോക്കി മഹാനവറുകൾ, കുറച്ച് നിങ്ങൾ വിട്ടുതരുമോ? അവരാരും കൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ പിന്നെ ചെയ്ത പണി എന്താണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി. അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുന്ന പുത്തൻവാദികൾ ആലോചിക്കണം. നബിതങ്ങളോട് സഹായം തേടിയെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ചെയ്തത് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബിതങ്ങൾ, നീ അല്ലാഹുവിനോടല്ലാതെ സഹായം തേടരുത് ജാബിറേ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് നബിതങ്ങൾ സഹായിക്കുകയല്ലേ ചെയ്തത്. കാരണം ഖുർആൻ പറഞ്ഞതല്ലേ, തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സഹായിക്കണേ. അതേ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാകണേ. അല്ലാഹുവിനെ സഹായിക്കൽ എങ്ങനെയാണ്? അവന്റെ ദീനിനെ സഹായിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയും നിങ്ങൾ കണ്ടോ, ഇസ്തൻസറുകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ, സഹായം തേടിയാൽ സഹായം ചെയ്യണമെന്ന് ഖുർആൻ പറയുകയാണ്. ഒരു സ്ഥലത്തും ഖുർആൻ സഹായം തേടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് തേടാമെന്നും തേടണമെന്നും തേടിയാൽ സഹായിക്കണമെന്നുമാണ് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആൻ സ്വീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി സഹായം ചോദിച്ചു എന്ന് പറയുന്നത് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാപ്പയുടെ കടം വീട്ടി കിട്ടാൻ ഞാൻ നബിതങ്ങളോട് സഹായം തേടി. എന്തിനാണ് തേടിയത്? നബിതങ്ങൾ കേസെടുത്ത് കൊടുക്കാനല്ല. കാരണം നബിതങ്ങൾ ഇങ്ങനെ കേസും സൂക്ഷിച്ചിട്ട് ആരുടെ സഹായം തേടാൻ വരുന്നവർക്ക് കൊടുക്കാമെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഇരിക്കുകയല്ലോ. പിന്നെ എന്തിനാണ് സഹായം തേടിയത്? അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന സഹായിക്കാനാണ്. അംബിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകതയാണ് മുഅ്ജിസത്ത്. ഔലിയാക്കൾക്ക് നൽകുന്ന പ്രത്യേകതയാണ് കറാമത്ത്. ആ കറാമത്ത് മുഖേനയും മുഅ്ജിസത്ത് മുഖേനയും ഉള്ള സഹായം അത് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയൂല. അത് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഇസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ജാബിറേ, നിങ്ങൾ അങ്ങ് നടക്കൂ, ഞാൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഈത്തപ്പഴം കഴിച്ചിട്ടുള്ള ഈത്തപ്പന മരത്തിന്റെ ഇടയിലൂടെ നബി തങ്ങൾ ഇങ്ങനെ ചുറ്റി നടന്നു. ഈത്തപ്പഴം പറിച്ച് എല്ലാം ഒരുമിച്ച് വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാം വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു.
ആ ഈത്തപ്പഴം പറിച്ചിട്ട ഈത്തപ്പഴത്തിന്റെ ഇടയിൽ വന്ന് നബി തങ്ങൾ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ സഹായിക്കുന്നത് നോക്കൂ നിങ്ങൾ. അവിടുന്ന് എങ്ങനെ സഹായിക്കുന്നത്? 1 കിലോ പോയിട്ട് 1 ഗ്രാം പോയിട്ട് ഒരൊറ്റ ഈത്തപ്പഴവും നബി തങ്ങൾ അതിൽ കൊണ്ടുപോയി ഇട്ടിട്ടില്ല. നബി തങ്ങളെ വീട്ടിൽ നിന്നോ ഖജനാവിനോ എടുത്തു കൊടുത്തിട്ടില്ല. നബി തങ്ങൾ സഹായിക്കുന്നത് ബർക്കത്തിലൂടെയാണ്, മുഅ്ജിസത്തിലൂടെയാണ്. അവിടെ പോയി ഇരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാനുള്ള കടം കിട്ടാനുള്ള ആളുകളെ മുഴുവനും വിളിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഓരോരുത്തർക്കും അളന്നു കൊടുക്കൂ. അങ്ങനെ അളന്നു കൊടുക്കുന്നു. ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് അളന്നു കൊടുത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരെ കടവും വീട്ടി. ബാപ്പയ്ക്ക് ഇനിയൊന്നും കടമില്ലാത്ത പൂർണ്ണമായി കടം വീട്ടി. കടം വീട്ടി കഴിഞ്ഞതിന് ശേഷം അതാ നോക്കുമ്പോൾ ഈത്തപ്പഴം കുറഞ്ഞിട്ടില്ല. ഈത്തപ്പഴത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഈ ഇസ്തിഗാസക്ക് സാക്ഷിയാണ്. രണ്ടാളും അനുഭവിച്ചതാണ്. പറഞ്ഞില്ലേ, അവരും പറഞ്ഞില്ലേ, നബി തങ്ങൾ ഞാനങ്ങ് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഓ സുഹൃത്തുക്കളെ, അമ്പിയാക്കളും സാധാരണക്കാരും ഒരുപോലെയാണോ? മഹാന്മാരും മഹാന്മാരല്ലാത്തവരും ഒരുപോലെയാണോ? എല്ലാവരും ഒരുപോലെയാണെന്ന കടുത്ത തെറ്റായ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. അമ്പിയാക്കളെ വിളിച്ച് തേടിക്കൂടാ, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിക്കൂടാ എന്ന വാദം എല്ലാവരും ഒരുപോലെയാണെന്ന വളരെ ഫസാദായ നാശം പിടിച്ച വിശ്വാസത്തിൽ നിന്ന് വന്ന അബദ്ധജടിലമായ വാദമാണ്. ആ വാദത്തിന് തെളിവുദ്ധരിക്കുന്നതോ അത് മുഴുവനും മക്കയിലെ മുശ്രിക്കീങ്ങൾ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളെയും അതുപോലെ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചവരെയും വിളിച്ച് തേടിയതിനെതിരെ ഖുർആൻ പറഞ്ഞ പരാമർശങ്ങളാണ്. അതൊരിക്കലും മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്നോ കറാമത്ത് മുഖേന സഹായിക്കുമെന്നോ വിശ്വസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ നടത്തുന്ന സഹായാർത്ഥനെ കുറിച്ചല്ലേ അല്ല. ഇത് എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇപ്പോൾ ലോകത്ത് മുഴുവനും വിവരക്കേട് അത് ഇന്നും ഇന്നലെയുള്ളതല്ല. ഈ കക്ഷികളുടെ പേര് ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കക്ഷികൾ, അതാണ് ഖവാരിജികൾ. ആ ഖവാരിജികളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അവർ കൊന്നതെങ്ങനെയാണ്? സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് ഒരു വെട്ട് കൊടുത്തു. അങ്ങനെ വാൾ കൊണ്ട് വെട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു ഖവാരിജ്. ആ ഖവാരിജികൾ എന്ന് പറയുന്ന ആ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ജലാലയിലെ ആയിഷയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ആയത്ത് ഓതുന്നവർ ആ കക്ഷികളാണെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നായിരുന്നു അവരുടെ വാദം. അതുപോലെ സഹാബികളെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്നായിരുന്നു അവരുടെ വാദം. അതിനവരെന്താ ചെയ്തത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, മിൻ തലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ.
അവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ചില ആയത്തുകൾ അതിനെ ഫഹബലുഹാ അലൽ മുസ്ലിമീൻ അലൽ മുഅ്മിനീൻ സത്യവിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ പേരിൽ അവരത് ചാർത്തി ആ ആയത്ത് അവർ ചുമത്തി എന്നിട്ട് അവരെ പോലെയാണ് ഇവരും മുശ്രിക്കുകളാണ് എന്ന് വാദിക്കുന്നത് തന്നെയാണ് ഇന്ന് എവിടെ അതേ മുജാഹിദെന്നോ സലഫിന്നോ എന്ത് പേരിൽ വന്നാലും അതേത് ജാതി വന്നാലും പിന്നുള്ളത് വന്നാലും ജിന്നില്ലാത്ത വന്നാലും ഏത് വന്നാലും അവരുടെ എല്ലാ ആശയം ഖവാരിജുകളുടെ ആശയമാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഖവാരിജ് റവാഫിദ് രണ്ട് കക്ഷികളാണ് ആദ്യകാലം മുതലേ ഇവിടെ ദീൻ ഫസാദാക്കാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ട് കക്ഷികൾ. ഒന്ന് ഖവാരിജ്, ഒന്ന് റാഫിദത്ത്. ഈ റാഫിദത്തുകളുടെ ഒരു ഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അതും വലിയ അപകടം പിടിച്ച സാധനമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരുള്ള എല്ലാ കക്ഷികളും അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ. من حدث വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അല്ലേ, സുന്നത്ത് ജമാഅത്ത് വിടണമെന്നില്ല. പിന്നെ സുന്നിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷേ അവൻ സുന്നി അല്ലാത്ത കക്ഷികളെ അവൻ ചേർത്ത് പിടിക്കുകയാണ്, അവൻ സ്നേഹിക്കുകയാണ്, കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെയുള്ള കക്ഷികളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി എല്ലാ നല്ല മനുഷ്യന്മാരെ ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ ദിലാ, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. നമസ്കാരം കൊണ്ട് കാര്യമില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുത്തൻ സലഫിയായാൽ അല്ലെ ശിയാക്കളിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ റാഫിദത്തായാൽ, ഖവാരിജിൽപ്പെട്ടാൽ, ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ടാൽ അവനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഒരു തവണയല്ല രണ്ട് തവണയല്ല പല സ്ഥലത്തും ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സുന്നിയല്ലാത്തവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു. അത് പറയേണ്ടതല്ലേ മുസ്ലിമീങ്ങളെ? കാരണം അള്ളാന്റെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ അതേ മലക്കുകളെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരുമോ? അറിവില്ലാത്ത ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുമ്പോ പറയൽ നിർബന്ധമായതുകൊണ്ടല്ലേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ കിതാബുൽ ഉന്നിയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഫഅലൽ മുഅ്മിനീന ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, അതേ മുഅ്മിനായ മനുഷ്യൻ സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു. അതിന്റെ ശേഷം അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അവരോട് എതിർത്ത് തന്നെ നിൽക്കണം. അവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടും ചെയ്യാൻ പാടില്ല. എന്തിനധികം ഒരു പെരുന്നാളിന്റെ അന്ന് ആശംസ പോലും അവർക്ക് പറയാൻ പാടില്ല, അവർക്ക് നിക്കാഹും ചെയ്തു കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇതല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ അവറുകൾ അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിച്ചാൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശംസുൽ ഉലമാ ഉസ്താദ് ഫത്വ കൊടുത്തപ്പോ ഈ ഇബാറത്തിൽ ഉദ്ധരണിയല്ലേ എടുത്തുദ്ധരിച്ചത്? അപ്പൊ ശംസുൽ ഉലമയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നാണ്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദീനിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാര് പറയുമ്പോ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഖുർആനും ഹദീസും അനുസരിച്ച് വല്ല വാക്കും പറയാറുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇമാമിങ്ങളെ കിതാബുകളാണ് ഉദ്ധരിക്കേണ്ടത്, അല്ലാതെ വിവരമില്ലാത്തവൻ വന്ന് നാക്കടിച്ചത് കൊണ്ട് കാര്യമില്ല, നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കണം. വലായുനായും അവരുമായി നിക്കാഹ് ബന്ധം പാടില്ല എന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വെറുതെ പറഞ്ഞാണോ? അല്ല,
അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ്, ഖദരിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് മിസ്കാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുമായി വിവാഹ ബന്ധം നടത്താൻ പാടില്ല. ആകയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണോ, ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് എന്താണോ, ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, അത് പറയലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കർത്തവ്യം. അത് നിർവഹിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിയുക. ഇതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, അള്ളാന്റെ റസൂലിന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, മലക്കുകളെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. ഇത് എന്റെ വകയിലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസല്ലേ, മൻ ഹദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വമഹാന്മാരായ ജനങ്ങളെയും ലഅനത്തുണ്ട്. അവന്റെ ഒരു ഫർളും സുന്നത്തും ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഓ സുഹൃത്തുക്കളെ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്, സാധുക്കളായ ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വകയിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയലില്ല. അങ്ങനെ പറയാൻ പാടില്ല. പുതിയത് പറഞ്ഞാൽ പ്രത്യാവാദിയാവും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതെല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം പറയാണ്. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് ചില ധാരണകളുണ്ട്. അവരെടുത്ത് പണം ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും. അതുകൊണ്ടൊന്നും സുന്നത്തി ജമാഅത്തിനെ വിളിക്കാൻ കഴിയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നുണ്ട്. ഷിയാക്കൾ ഇപ്പോ ഈ ഇറാനും അമേരിക്കയും ഒക്കെ ആയിട്ട് യുദ്ധം നടത്തും. അതില് ചിലപ്പോ അമേരിക്കയോ ഇസ്രായേലോ ചെയ്യുന്ന എല്ലാ ദുശ്ചെയ്തികളെയും ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ഇറാനിലെ ഷിയാക്കളൊക്കെ നല്ലവരാണെന്ന് വിചാരിക്കാൻ പാടില്ല. അവര് മഹാ അപകടം പിടിച്ച സാധനമാണ്. നല്ല ബോധം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം.